ഹായ്. അപ്പോൾ നമ്മൾ ഫുഡ് അടി പരിപാടി കഴിഞ്ഞു. ഇന്ന് ഇവൻ്റെ ബീഫ് പൊറാട്ടയും ബീഫ് സ്പെഷ്യൽ ബീഫ് ഫ്രൈ. അപ്പോൾ അതൊക്കെ അടിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് റൂമിൽ അല്ലേ. നമുക്ക് പേഴ്സണലായിട്ട് ഒരാൾ മെസ്സേജ് അയച്ചിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് അല്ലേ, നമ്മൾ കുറേ കോണ്ടന്റ് വീഡിയോ ചെയ്തിരിക്കണം. പേഴ്സണലായിട്ട് ഒരാളെ ഒരു സംഭവം അയച്ചിട്ട് അവരിങ്ങനെ പ്രയാസപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പ്രയാസത്തിന് സൊല്യൂഷൻ കാണുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷെ അത് നമ്മൾ അത് കേട്ട സമയത്ത് ആഷിഖക്ക് ഭയങ്കര ഒരു ഇത് അതിനെ പറ്റി സംസാരിക്കണം, അതായത് അങ്ങനത്തെ ഒരു ടോക്ക്. ഇപ്പൊ ഓരോരോ ടോക്ക് എന്ന് പറയില്ലേ, അതേമാതിരി ആഷിഖക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അല്ലേ. അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ നമുക്ക് നെഗറ്റീവ് നമുക്കിപ്പോ നെഗറ്റീവ് നമ്മുടെ ലൈഫിൽ നമുക്ക് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കരുതിയിട്ട് നമ്മള് ലൈഫ് തന്നെ എടുത്ത് അങ്ങനെ നിൽക്കുന്ന കാര്യമില്ലല്ലേ ഇവ. അതാണ് കാരണം ഇപ്പോഴത്തെ ഒരു എന്താ പറയാ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഒരു ഇതില് കുറെ ആൾക്കാർക്ക് എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമ്മൾ കുറെ ന്യൂസുകളും അതും ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, തീരെ അങ്ങോട്ട് പിടിച്ചു നിൽക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല അല്ലേ. കാരണം നമുക്ക് ചുറ്റും നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നെഗറ്റീവ് എന്താ പറയുക, നമുക്ക് നെഗറ്റീവ് ഫീൽ തരുന്ന കുറെ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിൽ ലൈഫ് പോയി എന്ന് പറയുന്നത് കാര്യമില്ല. നമുക്ക് എന്താണോ പോസിറ്റീവ് കിട്ടുന്നത് അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ ചില സമയത്ത് നമുക്ക് നെഗറ്റീവ് ഫേസ് ചെയ്യേണ്ടിയൊക്കെ വരും. എന്നാലും നമ്മൾ എന്താ പറയുക, അത് ഓർത്ത് അധികം സ്ട്രെസ് അടിക്കാണ്ട് പറയാൻ ഈസിയാണ്. എന്നാൽ പോലും നമുക്ക് എന്താണ് പോസിറ്റീവ് കിട്ടുന്നത്. നമുക്ക് ചിലപ്പോൾ യാത്രകളിലേക്കും പോസിറ്റീവ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് മാറി നിൽക്കുന്നതേക്കും പോസിറ്റീവ് വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചില ആൾക്കാരെ കൂടെ നിൽക്കുന്നതേക്കും നമുക്ക് പോസിറ്റീവ് ഉണ്ടാവാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതേക്കും പോസിറ്റീവ് തരാം. ചില ആൾക്കാർക്ക് വൈഫിൻ്റെ കൂടെ അധികം നേരെ ഇരിക്കുന്നതേക്കും പോസിറ്റീവ് തരാം. അപ്പോൾ പേഴ്സണായിട്ട് അണക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ എന്താണോ പോസിറ്റീവ് കിട്ടുന്നത് അത് നമ്മൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇപ്പോൾ എന്താ ഉദാഹരണത്തിന് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഒരാളെ മാത്രം എന്താ പറയാ, ഈ ഫ്രണ്ട്സിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ചില ആൾക്കാർ ടാർഗറ്റ് ചെയ്തിട്ട് ഒരാൾ വരുന്ന സമയത്ത് ഓനിട്ട് കളിയാക്കും. അപ്പൊ ആ ഫ്രണ്ടിന് ആ കൂട്ടത്തിൽ നെഗറ്റീവ് ആയിരിക്കുമല്ലോ. അപ്പൊ ഓനക്ക് പേഴ്സണലി അവിടെ പോകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ എന്താ ആ കൂട്ടിട്ട് ഒഴിവാക്കാം. ചില കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവ് നമ്മൾ ചുറ്റും ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയും വരും. അപ്പൊ നമ്മളെന്താ ചെയ്യാ അപ്പൊ നമ്മളെന്താ ചെയ്യാ, അതും റിക്കവർ ചെയ്യാൻ വേണ്ടിട്ട് എന്താ മാറി നിൽക്കേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മള് സ്വയം നമ്മൾ ഇഷ്ടപ്പെടാം. സ്വയം നമ്മള് സെൽഫ് ലവർ കേട്ടില്ലേ, അതേമാതിരി നമ്മള് മറ്റുള്ളവർ എന്ത് പറയും, ഓലിപ്പോ നമ്മളിങ്ങനെ ചെയ്താൽ അത് പറയോ, അതിന് എന്നെ പറ്റി നെഗറ്റീവ് പറയില്ലേ, ഓല് ഇങ്ങനെ എന്നെ പറ്റി സംസാരിക്കൂലേ, അത് നോക്കി നിന്ന സത്യം പറഞ്ഞ ലൈഫ് നശിച്ചു പോകും. എനിക്ക് എന്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയാണ്, മറ്റുള്ളവർ നമ്മളെ പറ്റി അത് പറയോ അല്ലെങ്കിൽ നമ്മളായി ചെയ്യുന്നവർക്ക് ഇഷ്ടമില്ല, നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഓല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഓൻ അങ്ങനെയാണ് പറയുന്നുണ്ട്, ഓൻ ഇങ്ങനെയല്ലേ, ഓൻ അങ്ങനെയല്ലേ, അണക്ക് എന്താണോ ശരിയെന്ന് തോന്നായി ചെയ്യാം. നാളെ നമ്മളെ കുടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു മനുഷ്യനുണ്ടാവില്ല. ഇപ്പൊ ചില ആൾക്കാർക്ക് നമ്മളിപ്പോ പണിയെടുക്കുന്ന ഇഷ്ടപ്പെടണമെന്നില്ല, നമ്മളെ പണി ഇഷ്ടപ്പെടണമെന്നില്ല, നമ്മളെ വരുമാനം എന്താ പറയാ ഇല്ല. അത് മാത്രല്ല, നാളെ എന്തേ പറ്റി വെക്കട്ടെ, നാളെ ഇപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും പറ്റും. ഈ പറയുന്ന ആരും ഉണ്ടാവോ, നമ്മളെന്താണോ നയിച്ചുണ്ടാക്കുന്ന ആ ഒരു സംഭവം മാത്രം. നമ്മളിപ്പോ 10 റുപ്യ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ 10 റുപ്യ മാത്രമേ, അതിപ്പോ ആരായാലും, ഞാനായാലും ഈ വീഡിയോ കാണുന്ന ആരായാലും, നമുക്ക് മെസ്സേജ് ചെയ്ത ആളായാലും ആരായാലും, നമ്മൾ എന്ത് സമ്പാദിച്ചുണ്ടാക്കുന്നോ അതേ നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലേ. എന്താ പറയാനെ പറ്റി. അപ്പം ലൈഫിൽ എന്താ കൂടുതൽ പോസിറ്റീവ്, നമുക്ക് എന്താണ് പോസിറ്റീവ് ഫീൽ ചെയ്യുന്നത് അത് ചെയ്യാൻ നോക്കുക, അത്രേ ഉള്ളൂ. നമ്മള് നെഗറ്റീവ് കിട്ടുന്ന കാര്യങ്ങള് നമ്മള് സ്വയം കണ്ടറിഞ്ഞ് ഒഴിവാക്കാൻ നോക്കുക. തെറ്റായ രീതിയിലേക്ക് പോവാ, അങ്ങനെ എന്താ പറയാ, അങ്ങനെയുള്ള ഒരു ഫാന്റസി വേൾഡിൽ ജീവിക്കുക, അങ്ങനെ നല്ല റിയാലിറ്റി കണ്ടിട്ട് റിയാലിറ്റിയില് എന്താണോ നമുക്ക് എന്താ പറയാ, നമ്മളെ മൈൻഡിന് നമുക്ക് സന്തോഷം തരുന്ന എന്താണോ നല്ലതായ കാര്യങ്ങളിലൂടെ ഹാപ്പിനെസ് കണ്ടെത്താം, അത് പോസിറ്റീവായി എടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മള് തെറ്റായ കാര്യങ്ങളിൽ പോസിറ്റീവ് കണ്ടെത്തണം എന്ന് ആരും പറയും കേട്ടോ. നല്ല കാര്യങ്ങളിൽ പോസിറ്റീവ് കണ്ടെത്തി എന്താ പറയാ, നമുക്ക് എന്തൊക്കെ പോസിറ്റീവ് കിട്ടുന്നത് അങ്ങനെ ലൈഫ് കാര്യങ്ങളൊക്കെ. അത്രയും സ്ട്രെസ് അടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമാണ്, മ്യൂസിക് കേൾക്കാം. ഇനിയിപ്പോ എന്തെങ്കിലും കോമഡി വീഡിയോസോ, അങ്ങനെ പല ആൾക്കാർക്ക് ഇപ്പൊ ഡ്രോയിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്യാം. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നമ്മള് ആ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ തലയിൽ ഇങ്ങനെ സ്ട്രെസ് കയറ്റി എടുക്കാണ്ടിരിക്കല്ലേ. അതെ. ഇനിയിപ്പോ ഞാൻ ആദ്യം നെഗറ്റീവ് ഉള്ള ഒരു നെഗറ്റീവ് സറൗണ്ടിങ്സിൽ നിന്ന് നമ്മൾ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കാം. കാരണം നമുക്ക് ചുറ്റും നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നെഗറ്റീവില്
നമ്മുടെ ലൈഫ് തന്നെ ഒരു വേസ്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് നമ്മളെ മൈൻഡ് സെറ്റോ നമ്മളെ ഫുള്ള് ലൈഫ് സ്ട്രെസ് ആയിരിക്കും. നമുക്ക് ഇന്നോവേറ്റീവായി ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒന്നിനുള്ള മൂഡ് ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ ഒരു സാഡ് ആയിരിക്കും. അതോ അതെന്താ അങ്ങനെയാണെന്ന് വെച്ചാൽ ചിന്തിച്ച് നമ്മളെ റിയൽ ലൈഫ് നമ്മൾ എന്താക്കാണ് ഒരു നശിപ്പിച്ചുകൊണ്ട് വെക്കാൻ തന്നെ ഞാൻ പറയും. അപ്പോൾ എന്താ പറയാ, നമ്മൾ എത്രത്തോളം വൈകി മനസ്സിലാക്കുന്നോ അത്രത്തോളം നമ്മുടെ ലൈഫ് പോയി. ആയ കാലത്ത് നല്ല ഹാപ്പി ആയിട്ട് ഉണ്ടാവാൻ നോക്കാം, അല്ലെങ്കിൽ ഇരിക്കാൻ നോക്കാന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇതൊക്കെ പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഇവള് ഇതിനെ പറ്റി സംസാരിക്കാൻ മാത്രം ആൾക്കാരൊന്നല്ല. പക്ഷെ നമുക്ക് തോന്നിയൊരു കാര്യം പറയുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ജോബ് എന്നാലും ഇപ്പൊ 1 lakh 2 lakh മാസം ശമ്പളം കിട്ടുന്ന ആൾക്കാർക്ക് ആ വർക്കിൽ ഒരു താല്പര്യം ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? ഈവൻ ഇപ്പൊ 20K 13K മാസം വാങ്ങുന്ന ആൾക്കാർ പക്ഷെ ഭയങ്കരമായിട്ട് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലോ, അപ്പൊ അതിലേറ്റവും ബെസ്റ്റ് ചെയ്താ 30K കിട്ടുന്നല്ലേ. അതാ പറയാം, നമുക്ക് എന്താ ഹാപ്പിനെസ് കിട്ടുന്നത്, നമുക്ക് എന്താണ് സന്തോഷം കിട്ടുന്നത് ചെയ്യാം. ലൈഫ് ഈസ് ടു ഷോർട്ട്. എപ്പോഴാ തട്ടിപ്പോയെന്ന് പറയാൻ പറ്റൂല. ഉള്ള കാലം അടിച്ചു പൊളിച്ച് ജീവിക്കല്ലേ. അടിച്ചു പൊളിച്ചെന്നല്ല, നല്ലോണം അല്ലേ. എല്ലാരും ആഗ്രഹിക്കുന്നത് എന്താ? പീസ്ഫുൾ. എല്ലാവർക്കും എന്താ വേണ്ടി? പീസ്ഫുൾ. കുറെ പൈസയും കുറെ ഇതൊന്നല്ല വേണ്ടി. എല്ലാവർക്കും വേണ്ടി സമാധാനം. നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കണം, നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവണം. അത്രേ ഉള്ളൂ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ സങ്കടങ്ങളും നമുക്ക് മോശം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മളെ പറ്റി മോശമൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ലൈഫ് ഒരു ബോറിംഗ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ് അടിച്ച ലൈഫ് ആയിരിക്കും. അപ്പൊ എന്താ പറയാ, ഹാപ്പി ആയി നിൽക്കാൻ നോക്കാം. അപ്പൊ അതൊക്കെയാണല്ലോ ഇവ. അല്ല ഞാന് അങ്ങനെ നമുക്ക് കുറെ ഒക്കെ കമന്റ് എടുത്തു. പക്ഷെ നമുക്ക് ഇപ്പൊ എല്ലാവരോടും ഇങ്ങനെ എങ്ങനെ ഇപ്പൊ ഈ മെസ്സേജ് ഒക്കെ അയക്കുന്നത് എന്ത് പറഞ്ഞാൽ റിപ്ലൈ കൊടുക്കുക, ഇത് നമുക്ക് ഇങ്ങനെ ഷോർട്ടായിട്ട് എഴുതി കൊടുക്കാനൊക്കെ പറ്റുമോ? നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വരും. ഇപ്പൊ ഈ പറയുന്നത് തന്നെ ഇത് നമ്മളെ തോട്ടിലൂടെ പറയുന്നതാണ് എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ഇത് ശരിയാവണമെന്നില്ല, ആണോ? അപ്പൊ നമ്മളിപ്പോ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിയായി തോന്നുകയാണെങ്കിൽ എടുക്കാം, അല്ലേ? കാരണം നമ്മൾ ഒരിക്കലും ഒരു വലിയ എന്താ പറയുക ആൾക്കാരൊന്നും അല്ലെങ്കിൽ പറ്റിയ സാധാരണ മനുഷ്യന്മാരാണ്. നമുക്കുള്ള തോട്ട്സ് പറയുന്നുള്ളൂ, അല്ലേ? നമ്മളെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുന്നു. യെസ്. അപ്പൊ അങ്ങനെ കഥകൾ. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും. എന്നിട്ട് എന്തൊക്കെയാണ് എല്ലാരെയും പെരുന്നാളും നോമ്പ് വിശേഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എത്ര പെട്ടെന്നായി ഇപ്പൊ? എത്ര നോമ്പ് വരെങ്കിൽ എത്രയായി? 5. 5 പോയത് അറിഞ്ഞില്ലല്ലേ? എത്ര പെട്ടെന്ന്. ഇനി അടുത്ത് കേക്ക എന്താ അറിയോ, പെരുന്നാളാവാനായി. മാസം കണ്ടില്ലേന്ന് ചോദിക്കാതെ. മാസം ശരിയാണ്. എങ്ങനെയൊക്കെയാണ് കഥകളിലെ? ഫുഡൊക്കെ കഴിച്ച് ഫുള്ളായോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫുഡൊക്കെ. നമ്മളെ വിശേഷങ്ങൾ പറയാൻ വിട്ടുപോയി. ഫുള്ള് ടോപ്പിക്ക് സംസാരിച്ച് നമ്മളെ വിശേഷങ്ങൾ പറയാൻ വിട്ടുപോയി. അഷിക്ക് ഡയറക്ട്ലി ടോപ്പിക്കില് അഷിക കമന്റും അതൊക്കെ കണ്ട സമയത്ത് എന്താ പറയാ, ചങ്ക് പൊട്ടിപ്പോയി. വെറുതെ പറയാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കിത് 2-3 ആൾക്കാരും കുറച്ച് ദിവസമായി മെസ്സേജ് ഇങ്ങനെ വരുന്നു. ഇപ്പം ഇത് പിന്നെ ഈ പണ്ടൊക്കെ നമ്മൾ ഇങ്ങനത്തെ കണ്ടന്റ് ഇടുമ്പോൾ നമുക്ക് ഫുള്ളും ഇങ്ങനത്തെ കുറെ ആൾക്കാർ ലൈഫ് സ്റ്റോറി ഒക്കെ നമുക്ക് അയച്ചറിയുന്നു. ഇതേപോലത്തെ റീൽ ഉണ്ടാക്കോ താത്ത? അതിന്റെ ചില വീഡിയോസ് ഒക്കെ അതിന്റെ ലൈഫ് സ്റ്റോറിയാണ്, കറക്റ്റ് ലൈഫ് സ്റ്റോറി ഒക്കെ പറയും. കാരണം അങ്ങനെ പിന്നെ നമുക്ക് ഓരോ ലൈഫ് സ്റ്റോറി ഒക്കെ അയച്ചു തന്നിട്ട് പറയും, ഓരോ ടെസ്റ്റ് ചെയ്ത് നമുക്ക് വിട്ടുതരും. അല്ല വിറ്റെന്നറിയാം ആഷിക. ഞാൻ ഒരാള് മെസ്സേജ് അയച്ചേ. അപ്പൊ ഞാനത് കണ്ട്. അപ്പൊ ഞാൻ വായിച്ചിട്ടേ ഉള്ളൂ. കാരണം നമ്മള് ഒരു മെസ്സേജ് അയക്കുന്ന മെസ്സേജ് അയക്കുന്ന അപ്പൊ തന്നെ പിന്നെ അവൾക്ക് റിപ്ലൈ കൊടുക്കാന് നമ്മൾ എന്തെങ്കിലും പണിയിലോ എന്തെങ്കിലുമൊക്കെ അയക്കുമല്ലോ. അപ്പൊ ഞാനത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കണ്ടത്. അപ്പൊ എന്താ കണ്ടിട്ടും റിപ്ലൈ തരാ. ഞാൻ ശരിക്കും ആ മെസ്സേജ് കണ്ടിട്ടില്ല. ഞാൻ കണ്ടോ ഇല്ലെന്നുള്ളത് ആൾക്ക് മനസ്സിലാവേ ഇല്ല. അപ്പൊ എന്താ കണ്ടിട്ട് റിപ്ലൈ ഇല്ലാത്ത ആ നോട്ടിഫിക്കേഷൻ വന്ന സമയത്താണ് ഞാൻ ഈ മെസ്സേജ് കാണുന്നത്. അപ്പൊ ഞാനത് വായിച്ച് വന്നതാ. എന്തൊക്കെയോ സ്റ്റോറി എഴുതിയതാ. അപ്പൊ കൊറേ ഇങ്ങനെ വായിച്ച് വരണല്ലോ. അപ്പൊ ഞാൻ ഓക്കെ നോക്കാവുന്നോ അങ്ങനെ എന്തോന്ന് പറഞ്ഞ് നോക്കട്ടെ ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോ ഇതൊന്ന് ചെയ്യോ പ്ലീസ് പറഞ്ഞപ്പോ നോക്കട്ടെ, കാരണം എനിക്ക് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യണല്ലോ. വെറുതെ നമുക്ക് ഒരാളെടുത്തിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഹോപ്പ് എടുക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞ നോക്കട്ടെ എന്ന് പറഞ്ഞതാണ്. അപ്പോഴത്തേക്ക് ആളെന്താക്കി, വേണ്ട സോറി ഞാൻ അയച്ച സോറി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് പോയി കണ്ടു. നോക്കിയിട്ട് കാര്യമില്ല.
നമുക്കിപ്പോ നമ്മള് വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ നടത്തുക നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഉം. അപ്പൊ അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ആ ഒരു കുറച്ച് മെസ്സേജ് കണ്ടപ്പോൾ എടുത്തുന്നേ ഉള്ളൂ. ഉം. അപ്പൊ എല്ലാവർക്കും അടിപൊളി റമദാനോ കാര്യങ്ങളൊക്കെ ആവട്ടെ. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, അതെ, ഹാപ്പി ഹാപ്പി ആയിട്ട് ആയിരിക്കട്ടെ. അപ്പൊ കൂടുതൽ വീഡിയോസും ബ്ലോഗ്സും ഒക്കെ നമ്മൾ വരുന്നതായിരിക്കും. ബൈ. ബൈ.